അപ്പൊ ഈ മലയാളം അറിയാത്ത ഒരാൾ മലയാളം സംസാരിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ആ രസം ഇതിലും വന്നിട്ടുണ്ട് വിഷ്ണു അഭിനയിച്ചപ്പോൾ. അപ്പൊ ഈ മലയാളം നന്നായിട്ട് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കും. അപ്പൊ അതെങ്ങനെയാണ് അറിയാത്ത പോലെ സംസാരിക്കാൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു? അത് അതൊരു റിസ്ക് ഫാക്ടർ ആയിരുന്നു. അതൊരു ഞാൻ മീൻസ് നമുക്കിത് മാക്സിമം 100% കോൺഫിഡൻസിൽ പറയാൻ പറ്റില്ല. ഞാൻ സംസാരിച്ചു. എനിക്ക് ആകെയുള്ളൊരു പ്രശ്നമല്ല, എനിക്ക് അറിയാവുന്നത് എന്നെ അറിയുന്നവരെ എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയുന്നവർക്ക് ബേസിക്കലി ഫസ്റ്റ് കേൾക്കുമ്പോൾ എന്തായാലും ഒരു എന്താ ഇങ്ങനെയെന്ന് തോന്നാം എന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയാം. ഐ വാസ് ജസ്റ്റ് വണ്ടറിങ് ഈ ഒട്ടും അറിയാത്ത ഒരാള് ഞാൻ മലയാളിയാണോ അല്ലയോ എന്ന് അറിയാത്ത ആളുകൾ കേൾക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവർക്കെങ്കിലും ഇതൊരു ഒരു ബാഗ് അടിക്കരുത് എന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പല സ്ഥലത്തെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ട്സ് കുറച്ച് പേരൊക്കെ ഉണ്ട് ഡൽഹിയിലൊക്കെ പഠിച്ചവര്. അവര് എന്താ പറയാ മലയാളികളാണ്, പക്ഷെ ഡൽഹിയിൽ വളർന്നവരാണ്. അപ്പൊ അവരോട് മലയാളം എങ്ങനെ സംസാരിച്ചു? ഫ്രണ്ട്സ് അവർക്ക് മോസ്റ്റ്ലി ഇങ്ങനത്തെ സംസാരിക്കുമ്പോൾ നല്ലോണം മലയാളി എല്ലാം നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ വേർഡ്സ് കുറെ യൂസ് ചെയ്യും. അപ്പൊ ഞാൻ ഇവരോട് ഫോൺ വിളിച്ച് സംസാരിക്കും, റെക്കോർഡ് ചെയ്യും, ഫുൾ കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്യും. അവര് പറയുന്നത് വീണ്ടും കേട്ടിട്ട് ഏതൊക്കെ വേർഡ്സിലാണ് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലാ പറയാൻ പറ്റില്ല, വാ പറയാൻ പറ്റും. അങ്ങനെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ എടുത്തിട്ടിട്ടാണ് പിന്നെ ഒരു